ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് വേഗം ഒന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ ഈ ഒരു റയോണിൻ്റെ മെറ്റീരിയൽ 1.5 മീറ്ററിലാണ് എടുത്തിട്ടുള്ളത്. തുണി നമുക്ക് ആദ്യം 4ആയിട്ട് മടക്കി കൊടുക്കാം. തുണി ഇതുപോലെ 4ആയിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അളവിൻ്റെ ടോപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അളവിന്റെ ടോപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾക്കിത് ഈ ഒരു ഷേപ്പിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ സ്ലീവിന്റെ കട്ടിങ് ഇവിടെ കൊടുക്കുന്നില്ല. നമ്മൾക്ക് സ്ലീവിന്റെ ലെങ്ത് എത്ര വേണം, ഞാൻ ഇതിൽ കിട്ടുന്ന ലെങ്ത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ 4 പീസായിട്ടാണ് ഉണ്ടാവുക. നമ്മൾക്ക് ഇവിടെ ജോയിൻ ചെയ്ത് എടുക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ ഇതുപോലെ ടോപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾക്ക് എത്ര ലെങ്ത് വേണം അതൊക്കെ നോക്കിയിട്ട് 1 ഇഞ്ച് ഇവിടെ വിട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കട്ട് ചെയ്യുന്നില്ല. ഇവിടെ തന്നെ ഇതുപോലൊന്ന് ഈ ഒരു ടോപ്പിന്റെ ഷേപ്പിൽ തന്നെ നമ്മൾക്ക് ഇവിടെ 1 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് എത്ര ഇവിടെ സ്പേസ് വേണം അതിനനുസരിച്ച് വിട്ടിട്ട് ഇതുപോലെ തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കും അതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത മാർക്കിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഷോൾഡർ തമ്മിലൊന്ന് ജോയിന്റ് ആക്കി കൊടുക്കാനുണ്ട്. ആദ്യം ഷോൾഡർ തമ്മിലാണ് ജോയിന്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ബാക്ക് പീസ് ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലായിട്ട് ഒരു ഫ്രണ്ട് പീസും വെച്ചു കൊടുക്കുക. കറക്റ്റ് ആക്കിയിട്ട് തന്നെ ഈ ഷോൾഡർ തമ്മിൽ കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ചു കൊടുക്കാം. 2 ഷോൾഡറും ഇതുപോലെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 1/4 ഇഞ്ചില് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്തും 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നെക്ക് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഡബിൾ ആക്കിയിട്ട് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇത് ഇപ്പുറത്ത് ഉള്ളിലോട്ടേക്ക് തിരിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾക്ക് ഇതിപ്പോ ലൂസിലാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഷേപ്പിനനുസരിച്ചിട്ട് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ചരടും കൂടെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു പീസ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഷോൾഡറിന്റെ അടുത്തുനിന്ന് ഞാനൊരു 13 ഇഞ്ചില് ഇവിടുന്ന് അറ്റം വരെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു തൂണിന്റെ വീതിക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന വിധത്തില് ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് ഈ ഒരു അറ്റത്ത് ആദ്യം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈനിന്റെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോ വിട്ടിട്ട് വേണം നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ വെച്ചിട്ട് ഇവിടുന്ന് 1/4 ഇഞ്ച് മടക്കാം. ഇതുപോലെ മടക്കിയിട്ട് ഫുള്ളായിട്ട് ഈ ഒരു സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ 1 ഇഞ്ചോ 1/2 ഇഞ്ചോ വിട്ടിട്ട് സ്റ്റോപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വശത്തും കൂടെ നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ ചെയ്തത് ബാക്ക് പീസാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസും ചെയ്യാനുണ്ട്. ഇപ്പൊ ഫ്രണ്ട് പീസിൽ ഇത് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾക്ക് ഇവിടെ മാർക്ക് ചെയ്ത പോലെ തന്നെ ഈ ഷോൾഡറിന്റെ അടുത്ത് നിന്ന് 13 ഇഞ്ചിലായിട്ട് ഫ്രണ്ട് പീസ് ആദ്യം ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇതിന്റെ സെന്ററിൽ ഒന്ന് പിടിക്കാം. ഇതിന്റെ സെന്റർ കറക്റ്റ് ആക്കിയിട്ടൊന്ന് വെച്ചു കൊടുക്കാം. ഇതുപോലെ സെന്റർ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം.
ഇവിടുന്ന് ഇതുപോലെ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു വരൻ്റെ ഇവിടുന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക, അതുപോലെ ഇവിടുന്നും 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഇപ്പുറത്തോട്ടേക്കൊന്ന് നിവർത്തി കൊടുത്തിട്ട് നമ്മൾ സെൻറ്ററിൽ മാർക്ക് ചെയ്ത ഈ ഒരു ലൈനിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഒരു പീസ്, ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഹോൾ ഇട്ടിട്ടുള്ളത് ഈ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ടോപ്പിൻ്റെ നല്ല വശമാണിത്, നല്ല വശം ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പീസ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ടിലോട്ടേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പീസ് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത ഈ ഒരു ലൈനിലും കൂടെ പീസ് വെച്ച് കൊടുക്കാനുണ്ട്. എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ആദ്യം ഒരു മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. 1/4 ഇഞ്ചിൽ മടക്കാം. എന്നിട്ട് ഈ ഒരു ലൈനിന്റെ ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ നേരത്തെ ബാക്കിൽ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഇപ്പുറത്തെ സൈഡും ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സെയിം മെത്തേഡ് തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു എൻഡിലായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. ആദ്യം 2 സ്ലീവും. അതിനുശേഷം നമ്മൾക്കിത് ഇതുപോലെ കറക്റ്റാക്കി പിടിച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. ഷേപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു പീസിലേക്ക് സ്റ്റിച്ച് വീഴാൻ പാടില്ല. ആ ഒരു പീസ് വിട്ടിട്ട് വേണം ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് താവ് വരെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഷേപ്പും ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ എൻഡിലായിട്ട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഈ ഒരു ബെൽറ്റും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പിന്ന് വെച്ചിട്ട് ഈ ഒരു ഗ്യാപ്പിന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ ഫുള്ളായിട്ടൊന്ന് കയറ്റി കൊടുക്കാം. ഇപ്പുറത്തെ സൈഡ് വരെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ചരട് ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് ടൈറ്റ് ആക്കാനും ലൂസാക്കാനൊക്കെ പറ്റുന്നൊരു ടോപ്പാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.